രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി ഒന്ന് കറക്കി ഒരു 5 മിനിറ്റ് പോലും തികച്ചു വേണ്ട നമുക്കിതാ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. അപ്പൊ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ചേർക്കുന്നത് 1/2 കപ്പ് തന്നെ റവ കേട്ടോ. റവ എടുക്കുമ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറുത്ത റവയാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വലിയ പുളിയില്ലാത്ത 1/2 കപ്പ് തന്നെ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പുളിയൊക്കെ ഉള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് മാത്രം എടുത്താൽ മതി. 1/2 കപ്പ് തന്നെ വെള്ളവും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ 4 ചേരുവയും ഒരേ അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടകളോ തരിതരിപ്പോ ഒന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് അടിച്ചെടുത്തോണ്ട് വരാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ, ഇതിപ്പോ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി നമ്മുടെ ഈ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വെള്ളം ഒന്ന് നോക്കുക, നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രം അതനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്നുങ്ങി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് പൊങ്ങി ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനോ പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഇത്രയും മാത്രം മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകിൽ മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മിക്സിങ്ങിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദോശയുടെ മിക്സ് ആണ് കണ്ടോ. ഇനിയിപ്പോൾ ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കണ്ട. നേരെ തന്നെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അപ്പോ ദോശയോ എന്താണെന്ന് വെച്ചാൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് ഒന്നുങ്ങ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്നും കൂടെ പുളിച്ചു വന്നോളും. അതാ പാൻ ചൂടായിട്ട് വരുമ്പോഴേക്കും റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ. അങ്ങനെ നോൺ സ്റ്റിക്കിന്റെ പാൻ ഒന്നങ്ങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള തീരെ കനം കുറഞ്ഞ പ്ലെയിൻ ദോശയായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിറച്ച് കുത്തുകളുള്ള അപ്പം ആണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതേപോലെ തീരെ കനം കുറഞ്ഞ പ്ലെയിൻ ദോശയാവുമ്പോൾ ഒരു 7-8 എണ്ണം വരെ നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ തീരെ അങ്ങോട്ട് കനം കുറച്ച് നന്നായിട്ട് തന്നെ ക്രിസ്പി ആവുന്ന രീതിയിൽ ഒന്നങ്ങ് പരത്തിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം മുരിഞ്ഞു വരാൻ നേരത്ത് കുറച്ച് നെയ്യോ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ അരിയൊക്കെ അരച്ച് വെക്കാൻ മറന്നു പോകുന്ന ദിവസങ്ങളിലാണെങ്കിലോ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ദോശയൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോഴാണെങ്കിലും ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ്. കഴിക്കാൻ നേരത്തെ നല്ലൊരു ചൂട് സാമ്പാറിന്റെയോ ഇല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിയുടെയോ ചമ്മന്തിപ്പൊടിയുടെയോ ഒക്കെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി ദോശയും ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.